ഹലോ. അപ്പോൾ നമ്മൾ സർക്കുലർ സ്കേർട്സിൻ്റെ മെഷർമെൻറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്ലെയർ ആയിട്ടുള്ള സ്കേർട്ടാണ് ഫുൾ സർക്കുലർ, പിന്നെ മീഡിയം ആയിട്ടുള്ളതാണ് ഹാഫ് സർക്കുലർ, ഒരു എയർലൈൻ ഷേപ്പിലുള്ളതാണ് ക്വാർട്ടർ സർക്കുലർ. അപ്പം ഇതുപോലെയാണ് നമ്മൾ സർക്കംഫറൻസ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് സ്കേർട്ടിൻ്റെ എൻഡ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഞാനിവിടെ ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഫാബ്രിക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഇതായിരിക്കും. നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ട് കിട്ടും. അതായത് ഇത് 4 ഫോൾഡായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ പോയിൻ്റ് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ. അപ്പം നമുക്ക് ഫുൾ സർക്കുലറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു എൻഡിൽ നിന്ന് നമുക്ക് വേസ്റ്റ് റൗണ്ട് വരേണ്ട സർക്കംഫറൻസാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അതായത് ഫുൾ സർക്കുലർ സ്കേർട്ടിന് സെൻറ്ററിൽ നമ്മളെ വേസ്റ്റ് റൗണ്ട് നമുക്ക് കൊണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ സ്കേർട്ട് വെയർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ മിഡ് പോയിൻ്റ് മുതൽ ആ ഒരു പോയിൻ്റ് വരെ, അതായത് വേസ്റ്റ് റൗണ്ടിലേക്കുള്ള ഇക്വേഷനാണ് ഇവിടെ കാണിക്കുന്നത്. വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ നമ്മൾ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്ന മാർക്ക് സെൻറ്റർ പോയിന്റിൽ നിന്നും ലെങ്ത്ത് വൈസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു റേഡിയസിൻ്റെ മെഷർമെൻറ്റും ഫുൾ ലെങ്ത്തും കൂടിയിട്ട് വരുന്ന ഫാബ്രിക്കാണ് നമുക്ക് സ്കേർട്ടിന് ആവശ്യമുണ്ടാവുക. ഇനി ഹാഫ് ഏരിയ ആണ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹാഫ് സർക്കുലർ സ്കേർട്ടാണ് ചെയ്യുക. അതിന് ഇക്വേഷന് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പൈ ആണ്. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. സർക്കിൾ റൗണ്ട് ആയതുകൊണ്ട് അത് എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ് വരിക. അപ്പം വേസ്റ്റിൻ്റെ റൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ടാണ് റേഡിയസിൻ്റെ ലെങ്ത്ത് കൂടുന്നത്. അതിനനുസരിച്ചിട്ടാണ് പൈ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. ആൻഡ് നമുക്കൊരു ക്വാർട്ടർ പോർഷൻ മാത്രമേ ആവശ്യമുള്ളൂന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വേസ്റ്റിന് സർക്കംഫറൻസ് കൂടുകയുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ ഹാഫ് പൈ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മെഷർമെൻ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ബോക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.